ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷം പിന്നെയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതെൻ്റെ ബൈക്കാണ്, വീസ്റ്റോം 250SH. സോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായി, ഓൾമോസ്റ്റ് 15,000 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ 1000 കിലോമീറ്ററിലാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1500. ലേബർ ചാർജ് ഫ്രീ ആയിരിക്കും, ഓയിലിൻ്റെ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് എന്ന് നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റിയായിരുന്നു. അപ്പോൾ അത് 300 എക്സ്ട്രാ വന്നു, അതിൽ കൂടുതലൊന്നും ആയില്ല. അതിനുശേഷം ഫോർത്ത് സർവീസ് തുടങ്ങി നമുക്ക് പെയ്ഡ് ആയിരിക്കും. പെയ്ഡ് സർവീസും ഒരു 2500-2000 ആ റേഞ്ചിൽ തീരും, അതിൽ കൂടുതലൊന്നും ആവത്തില്ല. കാരണം ഈ ബൈക്കിന് അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. കറക്റ്റ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. സോ ഇതൊക്കെയാണ് ഈ ബൈക്കിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ. ഈ ബൈക്കിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 40-43 നമുക്ക് ഹൈവേയിലും 28-32 സിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ആൾക്ക് മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാലും ഒരു 5.4 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ ആദ്യമായിട്ടാണ് ബൈക്ക് ഓൺ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റിൽ പ്രശ്നമായിരിക്കും, കാരണം ഓടിച്ചൊട്ടും പരിചയമില്ലെങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും. പക്ഷേ അത് യൂസ്ഡ് ആവും, കാരണം അത്ര പാടൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട്. കാരണം ഈ ബൈക്ക് ഭയങ്കര മെന്യൂറബിളാണ്. നമുക്ക് ട്രാഫിക്കിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട്, കാരണം വീൽ ബേസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് വണ്ടീനെ മൂവ് ചെയ്യാൻ പറ്റും. ട്രാഫിക്കിലൊക്കെ ഫ്ലിക്കർ ചെയ്ത് കളിക്കാൻ നല്ല രസമായിരിക്കും ഈ ബൈക്ക്. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ എടുത്തത് ഹൈവേക്ക് വേണ്ടിയിട്ടാണ്. ഹൈവേയിൽ ഈ വണ്ടി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നമുക്ക് ആവശ്യത്തിൽ ഏറെ ദൂരം നല്ല റിലാക്സ്ഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. കയ്യിലോ കാലിലോ അല്ലെങ്കിൽ സീറ്റിൻ്റെ സൈഡിൽ നിന്നോ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവില്ല. പിന്നെ ഇത് ആരൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡബിൾ ആണ്, ഓരോരുത്തരുടെ പർപ്പസ് പോലെ ഇരിക്കും. സോ ഈ ബൈക്ക് നോക്കേണ്ട ഒരു മെയിനായിട്ട് ഒരു 30% ഓഫ് റോഡിങ്ങും ബാക്കി ഹൈവേയിലേക്കും ആണെങ്കിൽ ഈ വണ്ടി ആപ്റ്റാണ്. പെർഫെക്റ്റ് ആയുള്ള ഒരു ബൈക്കായിരിക്കും വീസ്റ്റോം SH 250. സോ നമ്മുടെ ഈ വണ്ടിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ HKGയുടെ ഒരു ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാൻഡോസിൻ്റെ ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട് വിത്ത് സ്ലൈഡർ. ഒരു ചെറിയ ക്രാഷൊക്കെ ചെയ്തെടുത്തോളും. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിനാണ്. സോ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുമ്പോൾ 249cc ഓയിൽ കൂൾഡ് എൻജിനാണ്. സോ ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യം കാണാം, ഓയിൽ കൂൾഡ് ആണെങ്കിലും ഇതിൽ എയർ ഫിൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ടെക്നോളജിയുടെ മാറുള്ള ഇതാണ്. ആക്ച്വലി ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഈ എൻജിൻ. സുസുക്കിനകത്ത് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ സൈഡിൽ ഗ്രാഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രാഫൈറ്റ് വെച്ചതുകൊണ്ട് തന്നെ ഹീറ്റ് പെട്ടെന്ന് ട്രാൻസ്ഫർ ആവും. അതുപോലെ ഓയിൽ ഇവിടെ നിന്ന് കയറി നേരെ നമ്മുടെ പിസ്റ്റൻ്റെ ഹെഡിൻ്റെ സൈഡിലൂടെ ഇറങ്ങിയാണ് തിരിച്ചു പോകുന്നത്. ഇത് ആക്ച്വലി പേറ്റന്റ് ടെക്നോളജിയാണ്. അതാണ് SOCS, സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. സോ ഈ ഒരു കൂളിംഗ് നിങ്ങൾക്ക് സുസുക്കിയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും സുസുക്കിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നാറില്ല. കാരണം അങ്ങനെ ഹീറ്റ് ആവത്തില്ല. അൺലെസ് നമ്മൾ ട്രാഫിക്കിൽ സ്റ്റക്കായി ഒത്തിരി നേരം നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് വരും. അല്ലാത്ത പക്ഷം നമ്മൾ ഹീറ്റിംഗ് അറിയാനേ പോകുന്നില്ല. സോ സെക്കൻഡ്ലി ഇതിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 26 bhp പവറും 22 Nm ടോർക്കുമാണ്. സോ നമ്മൾ നോർമൽ ഒരു DOXC എൻജിൻ പോലെ തന്നെ പവർഫുള്ളാണ് ഈ എൻജിനും. നമ്മുടെ ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ ക്രൂസിങ് നമുക്കൊരു 120 km/h അല്ലെങ്കിൽ 110 km/h നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് മാക്സിമം ടോപ്പ് എൻഡ് എനിക്ക് തോന്നുന്നത് 150 ആയിരിക്കും മാക്സിമം. നമുക്ക് ഒരു അറ്റൈനബിൾ സ്പീഡായിട്ട് നമുക്കൊരു 145 ഈസി ആയിരിക്കും. പിന്നെ കുറച്ച് സ്ലോലി ഒരു 150 വരെ കയറിപ്പോകും. സോ ഇതൊക്കെയാണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നല്ലോണം മിഡ് റേഞ്ചും അതുപോലെ ഇനീഷ്യലും കിട്ടും. അപ്പോൾ നമുക്കിനി ഒന്ന് വലിച്ചെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഫൈനൽ വേർഡിക്റ്റിലേക്ക് വരാം. ആരൊക്കെ സുസുക്കി വീസ്റ്റോം SH 250 നോക്കണം? സോ നിങ്ങളുടെ പർപ്പസ് ഒരു 30% ഓഫ് റോഡിങ്ങും ഒരു 70% ഹൈവേ ടൂറിങ്ങും പിന്നെ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ എല്ലാ ക്യാരക്ടറും വേണമെങ്കിൽ അവർക്ക് പറ്റിയ ബൈക്കാണ് വീസ്റ്റോം SH 250.
സോ ആ പേര് പോലെ തന്നെ ഇത് ആക്ച്വലി ഒരു സ്പോർട്സ് അഡ്വഞ്ചർ ടൂററാണ്. സോ ഒരു പ്രോപ്പർ ADV അല്ല. സോ നിങ്ങളുടെ പർപ്പസ് മെയിൻ ADV ആണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഡിഫറെൻറ്റ് ബൈക്ക്. അതർവൈസ് V-Storm ആയിരിക്കും ബെറ്റർ. സോ നമുക്ക് നോക്കാം ബാക്കി ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ V-Storm എങ്ങനെ ലൈക്ക് ആ ഒരു വാല്യൂ ജസ്റ്റിസ് ആവുന്നുണ്ടെന്ന്. സോ ഡൊമിനാർ 250 വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഡൊമിനാർ 250യേക്കാളും ഒത്തിരി റിഫൈൻഡ് ആണ്, ഒത്തിരി റിലയബിൾ ആണ്. ഡൊമിനാറിനേക്കാൾ പൊടിക്ക് ഫാസ്റ്ററാണ് V-Storm SX250. സോ ഡൊമിനാറിനേക്കാൾ കൂടുതൽ മൈലേജ് നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ബൈക്കാണ് നമ്മുടെ ADV 250. സോ ADV കുറച്ചുകൂടെ വലിയ ബൈക്കാണ്. നിങ്ങൾക്ക് കുറച്ച് വലിയ ബൈക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ADV നോക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണെങ്കിൽ V-Storm ആയിരിക്കും ബെറ്റർ. V-Storm കമ്പയർ ചെയ്യുമ്പോൾ ADVയേക്കാളും V-Storm കുറച്ചും കൂടെ ബെറ്റർ റിലയബിളും റിഫൈൻഡും അതുപോലെ നല്ല മൈലേജുള്ള ബൈക്കായിരിക്കും V-Storm. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ഇല്ലാത്തൊരു ബൈക്കാണ് Xpulse 200. സോ നിങ്ങൾ നോക്കുന്നത് ഒരു പ്രോപ്പർ ഓഫ് റോഡിങ് ബൈക്കാണ് ഈ ഒരു സെഗ്മെൻറ്റിലെങ്കിൽ നിങ്ങൾക്ക് Xpulse നോക്കാം. Xpulse ഓഫ്